ലിജിയാസ് വേൾഡിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വളരെ സോഫ്റ്റും ടേസ്റ്റുമായ ഹോം മെയ്ഡ് പ്ലം കേക്ക് റെസിപ്പിയാണ്. ഇൻഗ്രീഡിയൻസ്: മൈദ 1 കപ്പ്, ബ്രൗൺ ഷുഗർ 1/2 കപ്പ്, വൈറ്റ് ഷുഗർ 1/2 കപ്പ്, എഗ്ഗ് 3 എണ്ണം, ബട്ടർ 150 ഗ്രാം, ഓറഞ്ച് ജ്യൂസ് 1 ഗ്ലാസ്, ഉണക്കമുന്തിരി, കാഷ്യൂ നട്ട്സ്, ചെറി, ടൂട്ടി ഫ്രൂട്ടി എല്ലാം 1/2 ബൗൾ വീതം, ചുക്ക് പൊടിച്ചത് 1/2 ടേബിൾ സ്പൂൺ, കറുവപ്പട്ട പൊടിച്ചത് 1/2 ടേബിൾ സ്പൂൺ, ഗ്രാമ്പു പൊടിച്ചത് 1/2 ടേബിൾ സ്പൂൺ, ഏലക്കായ പൊടി 1/2 ടേബിൾ സ്പൂൺ, ബേക്കിംഗ് സോഡ 1/2 ടേബിൾ സ്പൂൺ, ബേക്കിംഗ് പൗഡർ 1 ടേബിൾ സ്പൂൺ, വാനില എസൻസ് ആവശ്യത്തിന്. ഒരു വലിയ ബൗളിലേക്ക് ഉണക്കമുന്തിരി, ടൂട്ടി ഫ്രൂട്ടി, ചെറി, കാഷ്യൂ നട്ട്സ് എല്ലാം ഇട്ട് മിക്സ് ചെയ്യണം. ഇതിലേക്ക് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ച് കുറച്ച് സമയം മാറ്റി വയ്ക്കുക. ഇനി കാരമൽ സിറപ്പ് തയ്യാറാക്കാം. ആദ്യം ഒരു പാനിൽ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് ലോ ഫ്ലെയിമിൽ ഉരുക്കുക. പഞ്ചസാര കറുത്ത ബ്രൗൺ കളർ ആകുമ്പോൾ ശ്രദ്ധയോടെ അല്പം ചൂടുവെള്ളം ചേർക്കുക. ഇത് കേക്കിന് നല്ല ക്ലാസിക് കളർ നൽകും. ഒരു ബൗളിൽ മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, മസാലപ്പൊടിയുമിട്ട് മിക്സ് ചെയ്യുക. ഇത് മാറ്റിവെക്കുക. വേറൊരു ബൗളിലേക്ക് വെണ്ണയും മുട്ടയും പഞ്ചസാരയും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്യുക. ഇനി കാരമൽ സിറപ്പ് ഒഴിക്കുക. വാനില എസൻസ് ഒഴിക്കുക. ഇത് വീണ്ടും ബീറ്റ് ചെയ്യുക. ഇതിലേക്ക് മാറ്റിവെച്ച പൊടി ഇട്ട് വീണ്ടും ബീറ്റ് ചെയ്യണം. അവസാനം ഡ്രൈ ഫ്രൂട്ട് ചേർത്ത് ലൈറ്റായി മിക്സ് ചെയ്യുക. കേക്ക് ടിൻ ഗ്രീസ് ചെയ്ത് ബാറ്റർ ഒഴിക്കുക. ഇനി ഡെക്കറേറ്റ് ചെയ്യാം. പ്രീഹീറ്റ് ചെയ്ത ഓവണിൽ 170 ഡിഗ്രിയിൽ 45 മിനിറ്റ് വയ്ക്കുക. കേക്ക് ബേക്കായോ എന്നറിയാൻ ടൂത്ത് പിക്ക് കുത്തി നോക്കി ക്ലീനായി വന്നാൽ കേക്ക് റെഡിയായി. കേക്ക് പൂർണ്ണമായും തണുത്തതിന് ശേഷം മാത്രം മുറിക്കണം. നല്ല അടിപൊളി കേക്ക് തയ്യാറായി കഴിഞ്ഞു. ചായയുടെ കൂടെയും കാപ്പിയുടെ കൂടെയൊക്കെ പ്ലം കേക്ക് സൂപ്പർ ടേസ്റ്റ്. എൻ്റെ ചാനലൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.